വിജയക്കുതിപ്പിലേക്ക് ഷൗക്കത്ത്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ആദ്യ 2 റൗണ്ടുകൾ പിന്നിടുമ്പോൾ ലീഡ് ചെയ്യുകയാണ്. ഈ വാർത്ത ചെയ്യുമ്പോൾ 1725 വോട്ടിന്റെ ലീഡാണ് ഷൗക്കത്തിനുള്ളത്. ആദ്യം എണ്ണിയത് വഴിക്കടവിലെ തണ്ണിക്കടവ് AUP സ്കൂളിലെ ബൂത്ത് 1-ലെ വോട്ടുകളാണ്. ഷൗക്കത്ത് ആദ്യ റൗണ്ടിൽ ലീഡ് നേടിയതോടെ ലീഗ് പ്രവർത്തകർ പതാകകളുമായി ആഹ്ലാദ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ ബൂത്തിൽ സ്വരാജ് 3-ാം സ്ഥാനത്തേക്ക് മാത്രമാണ് എത്തിയത്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. ആദ്യത്തെ 7 റൗണ്ടുകൾ UDF വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മേഖലകളാണ്. അതിനുശേഷമാണ് ഇടതു സ്വാധീന മേഖലകൾ വരുന്നത്. പുതുക്കിയ പട്ടികയനുസരിച്ച് മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,32,384 1,74,667 പേർ വോട്ട് ചെയ്തിരുന്നു. 75.27% പോളിംഗ്. മണ്ഡലത്തിൽ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ പേർ വോട്ട് ചെയ്യുന്നത് ഇതാദ്യമായിയാണ്. 1500-നടുത്ത് പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടായിരുന്നു. പുരുഷന്മാരെ അപേക്ഷിച്ച് 12,631 സ്ത്രീകൾ അധികമായി വോട്ട് ചെയ്തത് അടിയൊഴുക്കുകളുടെ സൂചനയായി കാണുന്നവരുണ്ട്. 8,000 വോട്ടിന് ജയിക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. അത് 25,000 വരെ പോകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. 2,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDF പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും വിലയിരുത്തുന്നത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാകുമെന്ന് NDAയും കണക്കുകൂട്ടുന്നു. 25,000 മുതൽ 30,000 വോട്ട് വരെ പിടിക്കുമെന്ന് PV അൻവർ ക്യാമ്പ് പറയുന്നുണ്ടെങ്കിലും പരമാവധി 15,000 മുന്നണികൾ കണക്കുകൂട്ടുന്നത്. അത് ആരെ ബാധിക്കുമെന്നതിൽ വ്യക്തതയില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നിലവിലെ സാഹചര്യമനുസരിച്ച് പ്രകടനം നടത്തിയത് i2 ന്യൂസ് ആയിരുന്നു. UDFകാർ കാലുവാരിയില്ലെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് 10,000-നും 15,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രവചനം. ഞങ്ങളുടെ പ്രവചനത്തിന് ശേഷമാണ് സ്വരാജ് സ്ഥാനാർത്ഥിയാകുന്നതും അൻവർ മത്സരത്തിനിറങ്ങുന്നതായി പ്രഖ്യാപിക്കുന്നതും. എന്തായാലും അന്തിമ വിജയം ഉടൻ തന്നെ നമുക്കറിയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.